ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി വളരെ നിർണായകമായ ഒരു ചർച്ച ദോഹയിൽ നടക്കുകയാണ്. ഈജിപ്തും ഖത്തറും അമേരിക്കയും ഇസ്രായേലിൻ്റെ പ്രതിനിധികളുമാണ് ഈ ചർച്ചയിലുള്ളത്. ഹമാസ് ഈ യോഗം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഹമാസ് പറയുന്നത് ഇസ്രായേൽ ഗസയിൽ യുദ്ധം അവസാനിപ്പിച്ചാൽ മാത്രമേ ഇനി ഞങ്ങൾ ചർച്ചയ്ക്കുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിരോധമുണ്ടാകും, തിരിച്ചടികൾ ഉണ്ടാകുമെന്നാണ്. ഇറാനും ഏതാണ്ട് സമാനമായ നിലപാടാണ്. ഈ യോഗത്തിൽ ഒരു വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ പോയാൽ ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കില്ല, അല്ല ഇസ്രായേൽ ഈ യോഗത്തിൽ ഒരു തീരുമാനവുമില്ലാതെ വീണ്ടും ഗസയെ ആക്രമിക്കാനാണ് ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും, യുദ്ധമുണ്ടാകും, ഒരു വലിയ യുദ്ധം പശ്ചിമേഷ്യയിലെമ്പാടും ഉണ്ടാകുമെന്നാണ് ഇറാൻ പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഇസ്രായേലിനെ രക്ഷിച്ചെടുക്കാനും സ്വന്തം മുഖം രക്ഷിക്കാനുമാണ് അമേരിക്ക ഇപ്പോൾ തീവ്രമായി ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനും തങ്ങളുടെ മുഖം രക്ഷിക്കാനുമാണ് അമേരിക്ക ഇപ്പോൾ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അന്താരാഷ്ട്ര തലത്തിൽ ഏത് യുദ്ധ സാഹചര്യം ഉണ്ടായാലും അമേരിക്ക ഒരു വെടിനിർത്തലിന് മുൻകൈ എടുത്താൽ അതിൻ്റെ അർത്ഥം അമേരിക്ക പ്രതിദാനം ചെയ്യുന്ന ആ ചേരി പരാജയത്തിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഒരിക്കലും വിജയിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് അമേരിക്കൻ ചേരിക്ക് ഏറെക്കുറെ മനസ്സിലായി എന്നതാണ്. ആ രീതിയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ നിലപാടുകൾ. അമേരിക്ക ഒരു വശത്ത് ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നു, യുദ്ധവിമാനങ്ങൾ കൊടുക്കുന്നു, പടക്കപ്പലുകൾ പശ്ചിമേഷ്യയിൽ കൊണ്ടുവന്നിടുന്നു. അങ്ങനെ ഇസ്രായേലിനെതിരെ എന്ത് വന്നാലും ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് അതേ വേഗത്തിൽ മറുവശത്ത് പോയിട്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നമൊന്ന് പരിഹരിച്ച് ഇസ്രായേലിനെ രക്ഷിക്കണമെന്ന് മറ്റുള്ളവരോട് അഭ്യർത്ഥിക്കുന്നു. ഈ രീതിയിലാണ് അമേരിക്കയുടെ നിലപാട്. കാരണം അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ, അതായത് ജോ ബൈഡൻ എന്ന പ്രസിഡന്റിന് ഇനി അധികകാലം ഇസ്രായേലിനെ സംരക്ഷിക്കാൻ കഴിയില്ല. കാരണം അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരുപാട് ഇസ്രായേലിനെ ബാധിക്കുന്നുണ്ട്. അമേരിക്ക കൈയച്ച് സഹായിക്കേണ്ട ഉത്തരവാദിത്വം അമേരിക്കയ്ക്കുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധി അമേരിക്കയ്ക്കുണ്ട് എന്നുള്ളതും ഇതോടൊപ്പം നമ്മൾ കാണേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ദോഹയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ചർച്ച വെടിനിർത്തലിലേക്ക് പോവുകയാണെങ്കിൽ ഇസ്രായേലിനെ ആശ്വസിക്കാം, അല്ലെങ്കിൽ ഇസ്രായേലിനെ കാത്തിരിക്കുന്നത് ഗുരുതരമായ പ്രതിസന്ധികളാണ്. ഹമാസിൻ്റെ 2 റോക്കറ്റുകൾ കഴിഞ്ഞ ദിവസം ടെല്ലവീവ് ലക്ഷ്യമാക്കി വന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അന്നേ ദിവസം തന്നെ ഈ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള യോ ഗലന്റ് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന, അത് ലോകമാധ്യമങ്ങൾ വീഡിയോയായി പുറത്തുവിട്ടിട്ടുള്ളതാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ജനങ്ങൾക്ക് ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും ഇരിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. ഏത് നിമിഷവും ഒരു യുദ്ധം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ ആശങ്ക ഇസ്രായേലിനുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു യുദ്ധമുണ്ടായാൽ ഉടൻ തന്നെ ബങ്കറുകളിലേക്ക് ഓടിപ്പൊയ്ക്കൊള്ളാൻ ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ബങ്കറുകൾ സജ്ജമാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ബങ്കറുകളിലാണ് കഴിയുന്നത് എന്ന റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ യുദ്ധം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹമാസിൻ്റെ ഒരു ആക്രമണ ശ്രമം ഇസ്രായേലിന് നേരെ, അതൊരു ആക്രമണം എന്ന് പറയുന്നത് 2 റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യം ഹമാസ് സ്വീകരിച്ചു. ഹമാസിനെ സംബന്ധിച്ച് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു നീക്കം അവർ നടത്തുന്നത്. ദോഹയിൽ ഈ ചർച്ച നടക്കുന്ന ഏതാണ്ട് അതേ സമയത്ത് തന്നെ ഹമാസ് ഇത്തരത്തിൽ റോക്കറ്റുകൾ ടെലവീവിലേക്ക് അയക്കണമെങ്കിൽ അതിൻ്റെ സന്ദേശമെന്ന് പറയുന്നത് ഒരു തരത്തിലും ഞങ്ങൾ പിന്നോട്ടില്ല എന്നത് തന്നെയാണ്. ഹിസ്ബുള്ളയാണെങ്കിൽ കഴിഞ്ഞ 1 മണിക്കൂറിനിടെ 20ഓളം ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തിയെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങളുടെ 1 മണിക്കൂർ മുമ്പ് വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ ഹൂത്തികളാണെങ്കിൽ ചെങ്കടലിൽ ആക്രമണം ശക്തമാക്കുമെന്ന നിലപാട് കടുപ്പിക്കുകയാണ്. അവർ ആക്രമണങ്ങൾ തുടരുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് തിരിച്ചടികളേറെയാണ്. ഇസ്രായേലും അമേരിക്കയും ഒരു വശത്ത്, ഹിസ്ബുള്ളയും ഹൂത്തികളും ഈ പറയുന്ന ഹമാസും റഷ്യയും ചൈനയും ഒക്കെ മറുവശത്തും ഇങ്ങനെ നിൽക്കുകയാണ്. 40,000 ആളുകൾ മരിച്ചു എന്ന് ഞെട്ടിക്കുന്ന കണക്ക് പുറത്തു വന്നു. അതിൽ 30,000-ലധികം ഈ ഗസയിൽ മരിച്ചത് പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളുമാണ്, യുദ്ധവുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു ഭീതിജനകമായ കണക്ക്, യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ പോലും ഇത്രയും സാധാരണക്കാർ മരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി മുന്നോട്ട് പോയാൽ പല വിധത്തിൽ പല വഴികളിൽ നിന്ന് ആക്രമണം ഉണ്ടാകും. ഇപ്പോൾ വടക്കൻ ഇസ്രായേലിൽ നിന്ന് വലിയ തോതിൽ കുടിയൊഴിപ്പിക്കൽ നടക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമാണ്. അപ്പോൾ ദോഹയിൽ ഇങ്ങനൊരു ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത് അമേരിക്കയാണെങ്കിലും ഇസ്രായേലിനെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്നൊരു ഉത്തരവാദിത്വമാണ്, അതുപോലെ തന്നെ തങ്ങളുടെ മുഖം കൂടി രക്ഷിക്കുക എന്ന ഉത്തരവാദിത്വമാണ് അമേരിക്ക ഇപ്പോൾ നിറവേറ്റാൻ വേണ്ടി പോകുന്നത്. ഈ ഘട്ടത്തിൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇനിയും ഇസ്രായേൽ യുദ്ധം തുടരുകയാണെങ്കിൽ ഇറാൻ നേരിട്ട് ചിലപ്പോൾ ആക്രമിച്ചു കൊള്ളണമെന്നില്ല. കാരണം ഇറാൻ്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കക്ഷിയാണ്. അദ്ദേഹം തുടർച്ചയായി യുദ്ധങ്ങളിലേക്ക് പോവുക എന്ന നിലപാടൊന്നും സ്വീകരിക്കുന്ന ആളല്ല. പക്ഷേ ഈ ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും ഹമാസിനെയും ഒക്കെ ഉപയോഗിച്ച്, പ്രത്യേകിച്ചും ഹൂത്തികളെ ഉപയോഗിച്ച് ഇസ്രായേലിന് വലിയ തിരിച്ചടി കൊടുക്കാൻ ഇറാന് സാധിക്കും. അപ്പോൾ അത്തരം ചില നീക്കങ്ങൾ മറുവശത്ത് നടക്കുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്ന നിലയിലേക്ക് അമേരിക്കയും എത്തി ചർച്ചകളുമായി മുന്നോട്ട് പോകുമ്പോൾ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ട് വരുമ്പോൾ അത് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുകയാണ്.
പ്രകോപിപ്പിക്കുകയാണെന്ന് മാത്രമല്ല, യുദ്ധം ഇങ്ങനെ തുടരാനുള്ള സാധ്യതയും ഇതോടെ തെളിയുകയാണ്. അല്ലെങ്കിൽ ഇസ്രായേൽ പരിപൂർണമായി വെടിനിർത്തലിലേക്ക് പോകണം. പക്ഷേ ഹമാസ് ഇപ്പോൾ ഇങ്ങനൊരു ആക്രമണം നടത്തിയ കൂടി സാഹചര്യത്തിൽ അത്തരമൊരു വെടിനിർത്തലിലേക്ക് പോകാനുള്ള സാധ്യതയിൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളിലും മനസ്സിലാകുന്നത് യുദ്ധം തുടരാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുവെന്നാണ്. അങ്ങനെ ദോഹയിലെ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ ഇറാനും കളത്തിലിറങ്ങും, ഇസ്രായേലുമായി ഒരു വലിയ യുദ്ധമുണ്ടാകും. ഇറാൻ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇറാൻ്റെ ആഭ്യന്തരമായ ചില കാര്യങ്ങളുണ്ട്. ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ ഇറാനെ സംബന്ധിച്ചുണ്ട്. പക്ഷേ അതിലൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഈ ഇറാൻ ആക്രമിക്കുമെന്ന് പറയുന്നത് ഇസ്മായിൽ ഹനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികാരം എന്ന നിലയിലാണ്. മറ്റു പല വിഷയങ്ങളും ഇറാനുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ഈ പറയുന്ന ഹമാസ് ആയാലും ഹിസ്ബുള്ള ആയാലും ഹൂത്തികളായാലും എല്ലാവരും പരമപ്രാധാന്യം നൽകുന്നത് ഗസയിലെ സമാധാനത്തിനാണ്. ഗസയിൽ ഓരോ ദിവസവും 100 കണക്കിന് പേരാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ഈ ഗസയിൽ ഒരു വെടിനിർത്തലിലേക്ക് പോകുന്നു എന്ന നിലപാട് വന്നാൽ ഒരു പക്ഷേ ഈ ആക്രമണങ്ങൾ ആ സമയത്തേക്ക് നിലയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും പലസ്തീൻകാർക്കില്ലാത്ത സമാധാനം ഇസ്രായേലിന് വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് ഇറാൻ അടക്കമുള്ളവർ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പിലേക്ക് ഇസ്രായേൽ നീങ്ങിയാൽ മാത്രമേ യുദ്ധ സാഹചര്യം ഇല്ലാതാകൂ. ഇല്ലെങ്കിൽ യുദ്ധം അതിശക്തമാകും. അത് ഇസ്രായേലിനും വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കും. തീർച്ചയാണ്. അതാണ് ഈ പറയുന്ന അവരുടെ പ്രതിരോധ മന്ത്രി യോ ഗലന്റിൻ്റെ അവസാന സന്ദേശത്തിലും വ്യക്തമാകുന്നത്.